ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്നാണ്. അവിടെ വെള്ളിയാമറ്റം എന്ന സ്ഥലത്ത് കുട്ടി കർഷകരുടെ 13 പശുക്കൾ കൂട്ടത്തോടെ ചത്തു. സഹോദരങ്ങളായ ജോർജിന്റെയും മാത്യുവിന്റെയും പശുക്കളാണ് ചത്തത്. കർഷകർക്ക് അടിയന്തര സഹായം നൽകുമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി 24നോട് പറഞ്ഞു. മരച്ചീനി തൊണ്ട് കഴിച്ചതാണ് ഈ പശുക്കൾ ചാകാൻ കാരണമെന്നാണ് കണ്ടെത്തൽ. ഇന്നലെ രാത്രിയോടെയാണ് തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുക്കൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചത്. പിന്നാലെ കുഴഞ്ഞു വീണു മരിച്ചു. 17കാരനായ ജോർജും സഹോദരൻ 15കാരനായ മാത്യുവും ചേർന്നാണ് പശുക്കളെ പരിപാലിച്ചിരുന്നത്. എല്ലാം കാല് വയ്യെ തെന്നാൻ തുടങ്ങി. തൊഴുത്തിലായിരുന്നു. അപ്പോൾ തെന്നാൻ തുടങ്ങിയപ്പോൾ തന്നെ എല്ലാത്തിൻ്റെയും കയറും കഴിച്ചു വിട്ട് കുറേ എണ്ണത്തിൽ പുറത്തേക്ക് ഓടിച്ചു വിട്ടു. അപ്പോഴത്തേക്ക് പുറത്തേക്ക് കുറച്ച് എണ്ണമൊക്കെ ഇങ്ങനെ വീണിട്ട് കിടന്ന് പടയ്ക്കാനൊക്കെ തുടങ്ങി. പിന്നെ തൊഴുത്തി കിടക്കുന്നതായാലും അങ്ങനെ കാല് തിന്നിട്ട് ഇങ്ങനെ പടച്ച് കുറേ എണ്ണം പടച്ചു കഴിഞ്ഞ ഉടനെ തന്നെ മരിച്ചുപോയി. 2022 മികച്ച ക്ഷീരകർഷകനുള്ള പുരസ്കാരം മാത്യുവിന് ലഭിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കുമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി 24നോട് പറഞ്ഞു. ചീനിയുടെ തൊലി ഉണങ്ങിയത് കഴിച്ചതാണ് ഈ കുഞ്ഞിന് ഈ പശുക്കൾക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടായതെന്നുള്ളതാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിരന്തരം അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ മാത്യുവിനെ നേരിട്ട് വിളിച്ചിരുന്നു. അവിടെ ഉണ്ടായ സംഭവ വികാസങ്ങൾ പയ്യൻ പറഞ്ഞിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ഞങ്ങൾ ഇനി അടിയന്തരമായിട്ട് ചെയ്യാനുള്ള സംവിധാനമാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ചത്ത പശുക്കളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി. മരച്ചീനിത്തുണ്ട ഉള്ളിൽ ചെന്നതാണ് മരണകാരണമെന്ന് സ്ഥിരീകരിച്ചു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തും കുട്ടിക്കർഷകർക്ക് സഹായം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പുതുതലമുറ കൃഷിയോട് മുഖം തിരിക്കുന്നുവെന്ന പരാതിയുയരുന്ന കാലഘട്ടത്തിലാണ് ജോർജും മാത്യുവും വ്യത്യസ്തരാകുന്നത്. മരിച്ചത് അവർക്ക് കേവലം പശുക്കൾ മാത്രമല്ല, അവരുടെ ജീവൻ തന്നെയാണ്. അതുകൊണ്ട് പ്രഖ്യാപിച്ച സഹായങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് നൽകണം. ഇടുക്കിയിൽ നിന്ന് സുനിൽ സുരേന്ദ്രനൊപ്പം വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. പുതുവത്സര ദിനത്തിൽ വന്ന ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയാണ് തൊടുപുഴ വെള്ളിയാമറ്റത്തേത്. കുട്ടി കർഷകരുടെ 13 പശുക്കളാണ് ഇങ്ങനെ കപ്പ തൊലി കഴിച്ചതിന് പിന്നാലെ ചത്തത്. കപ്പ തൊലി കഴിച്ച് പശു എങ്ങനെ ചാകുന്നു? ഇടുക്കിയിൽ നിന്ന് വിഷ്ണു സുരേഷ് തയ്യാറാക്കിയ ഒരു എക്സ്പ്ലെയിനർ ഉണ്ട്, അതിലേക്കാണ്. ഇടുക്കിയിൽ കപ്പ കഴിക്കാത്തവരായി ആരും തന്നെയില്ല. കപ്പയുടെ നാടാണ് മലനാടും മലയോരവും. പക്ഷേ കപ്പത്തൊലി പിന്നീട് എങ്ങനെയാണ് വിഷമയമാകുന്നത്? കപ്പത്തൊലി മാത്രമല്ല, കപ്പക്കുള്ളിലുമുണ്ട് സൈനൈഡ് പോലുള്ള ഗുരുതരമായ വിഷാംശങ്ങൾ. അത് കൈകാര്യം ചെയ്യുന്നതിൽ ഒരൽപ്പം സൂക്ഷ്മത പുലർത്തണമെന്ന് മാത്രം. കപ്പക്കുള്ളിലെ സയജനിക് ഗ്ലൂക്കോസൈഡുകളായ ലിനാമാരിനും ലോട്ടാസ്റ്റാറിനുമാണ് എൻസൈമുകളെ ഹൈഡ്രജൻ സയനൈഡാക്കി മാറ്റുന്നത്. 1 കിലോഗ്രാം കപ്പയിൽ 20 മില്ലിഗ്രാം സയനൈഡ് ഉണ്ടാകും. അതായത് ഒരു എലിയെ കൊല്ലാൻ ഇതിൽ 2.5 മില്ലിഗ്രാം മാത്രം മതിയെന്ന് ഓർക്കണം. കയ്പുള്ള അഥവാ കട്ടുള്ള കപ്പയാണെങ്കിൽ അത് 1 ഗ്രാം വരെയാകാം. പച്ചക്കപ്പയിലുള്ളതിനേക്കാൾ സയനൈഡുകൾ പച്ചക്കപ്പ തൊണ്ടിലുണ്ട്. ഇത് പശുവിനുള്ളിലെ ഓക്സിഡേറ്റീവ് മെറ്റബോളിസത്തെ തടയുന്നു. അതായത് ശ്വസന പ്രക്രിയയെ ബാധിക്കുന്നുവെന്ന് പറയാം. ഇത് ബാധിക്കുന്നതോടുകൂടി പശുവിനെ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകും. അങ്ങനെ ഓക്സിജൻ ഹൃദയത്തിലേക്കും തലച്ചോറിലേക്കും എത്താതെ മരണം സംഭവിക്കും. നേരത്തെ കപ്പത്തൊലി പശുവിന് നൽകുന്നതിന് മുൻപ് 2 ദിവസം വരെ വെയിലത്തിട്ട് വാട്ടുമായിരുന്നു. ഇങ്ങനെ ചെയ്താൽ സയനൈഡ് ഇല്ലാതാകും. പിന്നീട് കപ്പത്തൊലി തിളപ്പിച്ച ശേഷം അത് ഉണക്കിയാണ് കാലിത്തീറ്റയിൽ കലർത്തി പശുവിന് നൽകിയിരുന്നത്. കപ്പ പാചകം ചെയ്യുന്നതിന് മുൻപ് നമ്മളത് പലതവണ കഴുകും. അതിനുശേഷം തിളപ്പിക്കും. തിളപ്പിച്ചാറ്റിയ വെള്ളം കളഞ്ഞ് ഒരിക്കൽ കൂടി തിളപ്പിക്കും. സയനൈഡിനെ ഇല്ലാതാക്കാനാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. കപ്പത്തൊലി പശുക്കൾക്ക് നൽകുമ്പോഴും ഇതേ രീതി തന്നെ പിന്തുടരണമെന്നാണ് മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് സുനിൽ സുരേന്ദ്രനൊപ്പം വിഷ്ണു സുരേഷ്, 24. പ്രേക്ഷകർ വിവിധ വിഷയങ്ങളിൽ പ്രതികരണങ്ങൾ പറയുന്നുണ്ട്. ഭൂമിയും കിടപ്പാടവും നഷ്ടപ്പെടുന്നവർ പ്രതികരിക്കുക. കരിമണലിൽ നിന്ന് കിട്ടിയ മാസപ്പിടി പോരാഞ്ഞിട്ട് കേരയിൽ കമ്മീഷൻ അടിച്ചെടുക്കാനുള്ള തിരക്കാണെന്നാണ് മുഹമ്മദ് കുട്ടി പന്തലൂർ പറയുന്നത്. അനസ് കുട്ടശ്ശേരി മാധ്യമങ്ങൾക്കെതിരെ ഒരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്. എന്തും ചർച്ച ചെയ്ത് നഷ്ടപ്പെടുത്തുക എന്നാണല്ലോ ഇപ്പോൾ മാധ്യമ ധർമ്മം എന്നാണ് അദ്ദേഹം രോഷം കൊള്ളുന്നത്. നടക്കട്ടെ, നശിക്കട്ടെ കേരളം എന്നാണ് അനസ് കുട്ടശ്ശേരിയുടെ രോഷപ്രകടനം ഒരു ഭാഗത്ത് നടക്കുന്നത്. സിൽവർ ലൈൻ കേരളത്തിൽ വേണ്ട റോഡുകൾ യാത്ര ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ
ടാറിംഗ് നടത്തിയാൽ മതി, പിന്നെ ഇത്തരം ഒരു പദ്ധതിയുടെ ആവശ്യമുണ്ടോ എന്നാണ് മൊയ്തീൻ്റെ ചോദ്യം. പൊതുജനം കഴുതിയാക്കപ്പെടുന്നുണ്ട് ചില നേരങ്ങളിലെന്ന് വസന്തകുമാരി വാർത്തകളൊക്കെ കണ്ടിട്ട് പ്രതികരിക്കുന്നു. ഹരിദാസ് പറയുന്നത് സർക്കാർ അവർക്ക് പശുവിനെ വാങ്ങിക്കൊടുക്കുമോ, കഷ്ടമല്ലേ എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നൽകിയ വെള്ളിയാമറ്റം വാർത്തയുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ ഇടപെടുമെന്ന് ക്ഷീരവകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉറപ്പു നൽകിയിട്ടുണ്ട്. എന്ത് തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളത് ഏതായാലും വരും ദിവസങ്ങളിൽ വ്യക്തമാവുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.